വേറെ ഉണ്ടോ? ഫ്രണ്ട്സിനെ കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മളപ്പോൾ ഷോപ്പ് ചെയ്യുന്ന സംഭവം എന്താ എൻ്റെ കയ്യിൽ. ഇപ്പോൾ ടൈം വന്നിട്ട് 12:35. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. കുറെ നാളിന് ശേഷമാണ് ഇന്ന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോകുന്ന. ഒരു പാന്റും ഒരു ടീഷർട്ടും എടുക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഇന്നത്തെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിനുള്ള ബഡ്ജറ്റ് നമ്മൾ ബാങ്കിൽ നിന്ന് എടുക്കുന്നു. നേരെ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് പാന്റും ഒരു ടീഷർട്ടും എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നേരെ ഇവിടുന്ന് വ്ളോഗ് ചെയ്ത് പോകാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു എൻ്റെ ഡേ നമുക്ക് വ്ളോഗ് ചെയ്യാനും പറ്റും. സോ ബോയ്സ്, നമ്മളങ്ങനെ ചരിച്ചതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ഇന്നലെ പെയ്ത മഴയിൽ ഇതാ തോടൊക്കെ നിറഞ്ഞു കേട്ടോ. അതാ ഇവിടെയൊക്കെ നോക്കണം, വെള്ളം എന്താ കൊടു വിടാ പോകണം. പാന്റ് ടീഷർട്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പണ്ടത്തെ എനിക്ക് ഒരു ഓർമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ, എന്റെയൊക്കെ ചെറുതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണത്തിന് മാത്രം, അതായത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ തുണി എടുക്കുള്ളൂ. ഏകദേശം എന്റെ ഒരു 10ാം ക്ലാസ് വരെ അങ്ങനെയായിരുന്നു. അപ്പോഴത് വർഷത്തിലൊരിക്കൽ നമ്മൾ കാത്തിരുന്ന് കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. പിന്നെ ഇപ്പോഴും കുറെ നാളെ കഴിഞ്ഞതിന് ശേഷം അടുപ്പിച്ചൊക്കെ ഡ്രസ്സ് എടുക്കും. കാലഘട്ടം മാറി, സംസ്കാരങ്ങൾ മാറി, മൊത്തത്തിൽ എല്ലാത്തിനും ചേഞ്ച് വന്ന് ഇപ്പൊ ഓണത്തിന് തന്നെ ചിലപ്പോൾ എടുക്കണമെന്നില്ല, ഓണം കഴിഞ്ഞിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. ഇപ്പൊ ദാറ്റ്സ് ദ പോയിന്റ്. എന്തൊരു ചൂട്. അങ്ങനെ ഞാൻ ബാങ്കിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് മുകളിലോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞ അപാര ചൂട് കേട്ടോ. വെയിലത്ത് ഞാൻ ഇറങ്ങിയ താമസിച്ചത് 12 മണിക്കാണ് ഞാൻ ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ചെയ്തിട്ട് നേരെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കറക്റ്റ് ചോറ് തിന്നാനായിട്ടുള്ള ടൈമുമായി നമ്മളിപ്പോൾ വെയിലത്തൂടെ ഇങ്ങനെ കാഷ്വലി ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കും. ഭയങ്കര വെയിൽ കേട്ടോ, ഭയങ്കര ചൂട്. എന്തായാലും നമ്മൾ സ്ഥിരം നടന്ന് ശീലമായതുകൊണ്ട് ഇതൊന്നും നമുക്കൊരു വിഷയമേ അല്ല. നമ്മളൊക്കെ ഇനീഷ്യൽ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു ലൈഫിന്റെ ഓരോ ഘട്ടത്തിൽ ഓരോ സ്ഥലത്തൂടെ നമുക്ക് പോകേണ്ടതായിട്ട് വരും. നത്തിങ് ടു വറി അബൌട്ട്. ഉള്ള ആ ഒരു ജേർണി എൻജോയ് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. ഞാൻ നടന്നു പോകുന്ന വഴി ഇതാണ്. കുറച്ച് ദൂരം കഴിഞ്ഞ് കുറച്ച് വെയിൽ കഴിയും, കുറച്ച് തണലുള്ള സ്ഥലമാണ്. അതേപോലെ ഇങ്ങനെ നടന്ന് വ്ളോഗ് ചെയ്യാനേ ഭയങ്കര എൻജോയ്മെന്റ് ആണ്. ഞാൻ ഇതിന്റെ സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ ഇങ്ങനെ നടന്നു വ്ളോഗ് ചെയ്തിരുന്നു. അല്ലാതെ ഇങ്ങനെ കറങ്ങി നടന്നുള്ള വ്ളോഗിങ് കുറവായിരുന്നു. പക്ഷെ ഇപ്പോഴും പുറത്തോട്ട് ഇറങ്ങി വ്ളോഗ് ചെയ്ത് എന്താണ് ആ ഒരു പബ്ലിക് ആയിട്ടുള്ള നമ്മുടെ ആ ഒരു ഫിയർ അത് മാറ്റിയെടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വ്ളോഗ് ചെയ്ത് പോകാൻ പറ്റണം. ആ ഒരു മൈൻഡിൽ എനിക്ക് അങ്ങനെ ഒരു തോട്ട് വരാനുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകും, നേരെ പബ്ലിക്കായിട്ട് പോയതങ്ങ് ചെയ്ത് നമ്മളെ ഫിയറിനെ മാറ്റിയിട്ട് അതിന് പബ്ലിക് കോൺഫിഡന്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി എന്റെ മൈൻഡിൽ പറയും. പിന്നെ ഞാൻ അങ്ങനെ ചെയ്ത് അങ്ങ് പോകും. അതാണ് സംഭവം. സോ നമ്മളിതാ ഇവിടുന്ന് 3 റോഡുണ്ട് കൈസണ്ടില്. കരിപ്പൂര്, വലിയമല, നെടുമങ്ങാട് ടൗൺ. നമുക്ക് പോകേണ്ടത് നെടുമങ്ങാട് ടൗണാണ്. നെടുമങ്ങാട് ടൗണിലാണ് നമ്മളെ പാന്റും ഷർട്ടൊക്കെ വാങ്ങാനായിട്ടുള്ള ടെക്സ്റ്റൈൽസ് ഒരുപാടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ ഒരു നമ്മുടെ ജെൻസിൻ്റെതായിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ട്. അപ്പോൾ അവിടെ പോകാനാണ് ഞാൻ ഒരു പ്ലാൻ ചെയ്യുന്നത്. ഇതാണ് നെടുമങ്ങാട് കല്ലിങ്കൽ ജംഗ്ഷൻ എന്ന് പറയും. ഇവിടുന്നാണ് നമ്മൾ ഇനി മോളിലോട്ട് പോകണം. നെടുമങ്ങാട് പോയി ഇതാ വെയിലായി, വീണ്ടും കുറച്ചുകൂടെ വെയിലായി. തോടുകളിലേക്ക് വെള്ളമുണ്ട് കേട്ടോ. ഇന്നലെ പെയ്ത മഴയിൽ അല്ലെങ്കിൽ മൊത്തം വേസ്റ്റ് ആയിട്ടേ കിടന്നാണ്. ഇപ്പൊ വെള്ളം വന്ന് ഇറങ്ങപ്പോൾ അതും ക്ലീൻ ആയിട്ട് പോകും. എന്നെ ഒരുപാട് ഒരു നോക്കി പോകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇറ്റ്സ് എ കോൺഫിഡൻസ്, പബ്ലിക് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് വരുന്നു. നമ്മുടെ ഫിയറിനെ എല്ലാം ബീറ്റ് ചെയ്ത് പോവാം. സോ ജസ്റ്റ് ഡു ഇറ്റ് ഒറ്റയ്ക്കായിരുന്നു നമ്മളത് ചെയ്ത് പോകാം. ഞാൻ നടന്ന് കുറെ നേരം എത്തിയില്ലേ ഇത്, പക്ഷെ എത്തണില്ല ഇതുവരെ. 1-1.5-2 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ഇപ്പൊ നടന്നു വന്നത് തന്നെ 1.5 കിലോമീറ്റർ അടുപ്പിച്ച് വരും. ഒരു തുണി എടുക്കാൻ പോണ കഷ്ടപ്പാടെ വണ്ടി എടുക്കുന്നവരെ വലിയ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അടുത്ത ബാങ്കാണ്, കണ്ടില്ലേ? ഈ ബാങ്കിൽ ഞാൻ ഇപ്പൊ കയറിയിട്ട് വരാം. ഓക്കെ നെടുമങ്ങാട് സ്റ്റാൻഡ് ഞാൻ എന്താ കഴിഞ്ഞ്. നമ്മുടെ നടത്തത്തിന് മാത്രം ഒരു കുറവില്ല. വീട്ടിൽ നിന്ന് നടന്നു തുടങ്ങിയതാണ്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായ, അതും കഴിച്ചില്ല. ടൈം എത്രയാ? ഓക്കെ 2:10. അപ്പൊ ഇനി വീട്ടിൽ ചെന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. ഇപ്പൊ എന്റെ ഡ്രസ്സ് എടുക്കാനുള്ള ബഡ്ജറ്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് മാത്രമേ നമുക്കത് ചേഞ്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഒരു 300 മീറ്ററിനകത്തെ എനിക്ക് തോന്നുന്നു കാണുന്നുള്ളൂ. ഇതിന്റെ ഫ്രണ്ടിൽ ബസ് കിടപ്പുണ്ട്. വെയിലൊന്നും കാണാൻ പറ്റത്ത. ഇത്തിരി നടന്ന് ഇത്തിരി പകുതിയായപ്പോൾ തന്നെ നമ്മൾ ക്ഷീണിച്ച് ഒരു പരിപാടി. ഇനി നേരെ ഞാൻ ടെക്സ്റ്റൈൽസ് ചെന്ന് കാണിച്ചു. ടീഷർട്ട് ഉണ്ട്. ഓ നോർമല്. പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞൂടാ. വ്ളോഗെടുക്കാല്ലേ? പ്രശ്നമില്ല. എത്ര റേഞ്ച് വരണോ? ഫുള്ളാണെങ്കിലോ? ഫുൾ സ്ലീവ് ആണെങ്കിൽ 400 500 ഇത് തന്നെയാണോ ഫുള്ള്? വേറെ ഉണ്ടോ? ഞാൻ സെലക്ട് ചെയ്ത ഈ റെഡ് ആണ്. ഓക്കെ, ഇതിന് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഫ്രണ്ടിൽ പ്രിന്റ് വന്നിട്ട് ഇതായിരിക്കും. എന്തോന്ന് എംപ്ലോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത്യാവശ്യം നൈസാണ്. ജോഗറിന്റെ പാൻറ് എടുക്കാനാണ് ഞാൻ നോക്കണം. നമ്മൾ വൈകി എടുത്ത് തരും. ബ്ലൂ ആണ് നോക്കണം. അതേ സംഭവം എനിക്ക് തോന്നണം ഡാർക്ക് ബ്ലൂ ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കൊള്ളാമെന്നാണ്. പക്ഷേ ഇത്രയും വേണ്ട. വേറെ മോഡലൂടെ എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ഒരു മാച്ച് വേണം എടുക്കാം. അത് ബ്ലാക്ക് ഇടാം. പക്ഷെ അത് ചേരുമല്ലേ എൻ്റെ കൂടെ? ഓക്കെ, ഡിസ്കൗണ്ട് ചെയ്യും. നമ്മൾ സ്ഥിരം വന്ന് എടുക്കുന്ന സാധനമാണ്. മറ്റേ പയ്യനാ, അവനറിയാം നമുക്ക്.
ഓക്കെ, ഫൈനലി ഞാൻ 2 എണ്ണം സെലക്ട് ചെയ്ത്. ആ ഒരു ജീൻസ് സെലക്ട് ചെയ്ത്, പിന്നെ ആ ഒരു റെഡ് ടീഷർട്ട് സെലക്ട് ചെയ്ത്. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ്. എന്താണ് ഞാൻ ഇവിടെ സ്ഥിരം വന്നെടുക്കണേ, നമ്മൾ സ്ഥിരം കാണാൻ പയ്യനെന്ന് കണ്ടില്ല. എവിടെ തിരുപ്പൂരാ? തിരുപ്പൂര് അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്ത് ചെയ്യും. വ്ളോഗ് ഞാൻ ഇപ്പം തുടങ്ങിയോളാം. ഞാൻ ഷോർട്സ് ആണ് ഇടണം, അപ്പം അതിനാണ് വ്യൂ. ഓ അതെയാണ്. അപ്പോൾ ബില്ല് ഫോണിൽ വരും. ഓക്കെ, അപ്പോൾ ശരി എന്നാൽ, താങ്ക് യു. ശരിടാ, നമ്മളെ സാധനം കിട്ടി. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഇന്ന് നെക്സ്റ്റ് പരിപാടി എന്ന് പറയാനായിട്ടാണ് നമ്മൾ കണ്ട ഷോപ്പിംഗ്. ഇതിലാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇനി ഇതിനെ വീട്ടിൽ കൊണ്ടുപോയി ട്രൈ ചെയ്ത് ഞാൻ ഇട്ട് കാണിച്ചു തരാം ഞങ്ങൾക്ക്. എന്നിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്കിപ്പോൾ സത്യം പറഞ്ഞ വയറ് വെച്ചേക്കടെ മണി ഇപ്പോൾ 2:10 സംതിങ് കഴിഞ്ഞ്. ഓൾറെഡി ഞാൻ ഇവിടെ കയറി വന്നിട്ടുണ്ട്. ഇപ്പോൾ എത്ര മണിയാ നോക്കണം? എൻ്റെ കയ്യിൽ ഒരു കയ്യിൽ കിറ്റ് ഇരിക്കണം, ഒരു കയ്യിൽ ഫോൺ ഇരിക്കണം. ഇപ്പോൾ ടൈം എത്ര ഞാൻ നോക്കിയോട്ടെ? 2:32 നമ്മളിപ്പോൾ അരമണിക്കൂറിനകത്ത് ഷോപ്പിംഗ് എല്ലാം ഷോപ്പിംഗ് എല്ലാം ക്ലോസ് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോകണം. അതാണ് ഇനി വീട്ടിൽ ചെന്നിട്ട് നല്ല ചോറുണ്ടോ വയറ് വിശന്ന് ഊപ്പാട് വരികയാണ്. സോ ഇങ്ങനെ നടന്ന് പോവുകയാണ്. ഇത് പറയാനാണ് എൻ്റെ അനുഭവത്തിൽ. എൻ്റെ കൂടെ ഓർമ്മമാരെല്ലാം ഞാൻ പെട്ടെന്ന് എടുത്ത് ചെയ്തു. നമ്മൾ അധികം സമയം ഷോപ്പിൽ നിൽക്കുന്നത്. എൻ്റെ ഫ്രണ്ട്സിനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുന്നതാണ് എപ്പോഴും നല്ലത്. ഞാൻ ഇന്ന് സ്വിഗ്ഗിയെ വിളിച്ചപ്പോൾ അവനെ തിരക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അവനെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് എനിക്ക് പറ്റിയില്ല. സോ ഞാനായിട്ട് ഇറങ്ങി ഇന്ന് അത്യാവശ്യമായിട്ട് എടുക്കണമെന്ന് പറഞ്ഞേ വന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ നേരെ ബസ് സ്റ്റാൻഡിലോട്ട് പോയിട്ട് കാണാം. അങ്ങനെ ഫൈനലി നമ്മൾ വീടെത്തി ഗൈസ്. എൻ്റെ പൊന്നോ, വയറ് വിശന്ന് എൻ്റെ അടുപ്പുള്ള വീണത്. വയറുണ്ടോ കാലി ഫുള്ള് കാലിയായിട്ടിരിക്കുകയാണ്. അയ്യോ, ഇനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡ്രസ്സ് ഞാൻ പിന്നീട് ഇട്ട് കാണിക്കാം. അതേ നടക്കുള്ളൂ. ഇനി നേരെ പോയി ഫുഡ് കഴിക്കാം. എന്തൊരു കറി ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തൊരു സംഭവം ആയാലും നേരെ പോയി കഴിക്കാം. വയറ് വിശന്ന് അട്ടപ്പുളവയാണ്. അമ്മാതിരി വയറ് വിശപ്പ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നേരെ ഞാൻ ഫുഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരാം. കടുമാങ്ങ, മീൻകറി, തോരൻ, ഇത് 3ഉം കൂടെ കൂട്ടിയാണ് നമ്മളിന്ന് കഴിക്കാൻ പോകുന്നത്. നല്ല എക്കോ അടിക്കണല്ലേ? ഗും ഗും ഗും. നല്ല എക്കോ ഉണ്ട്, കുഴപ്പമില്ല. ഇവിടെ വെട്ടമുണ്ടായി, അത് നോക്കട്ടെ. കുറച്ച് മീൻകറി എടുത്ത് കുഴച്ചിട്ട് കുറച്ച് തോരനും വയ്ക്കാം. ഒരു പീസ് മാങ്ങ അതുകൂടെ വയ്ക്കാം. ഒന്നുകൂടെ ഒന്ന് ഞാൻ അവിടെ സെറ്റാക്കട്ടെ. കഴിച്ച് തീർന്നതിന് മുമ്പ് ഞാൻ ടേസ്റ്റ് പറയണമെന്നല്ലേ? കഴിച്ചിറങ്ങിക്കോട്ടെ എന്നിട്ട് പറയാം. അടിപൊളി സംഭവം. തോരൻ പാവയ്ക്ക് തോരനായിരുന്നു. ചെറിയൊരു കഴിപ്പുണ്ട് കേട്ടോ. എന്നാലും പ്രശ്നമില്ല. ഈ പാവയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരു പിടിയും കൂടി പിടിക്കാം. കണ്ണടച്ചിരുന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ രുചികളും മേളം നമുക്ക് അറിയാൻ പറ്റും. കറക്റ്റായി അത് എവിടെ കൊള്ളണം നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. വിശന്ന് വയറ്റിലൊന്നുമില്ല. അപ്പം അതുകൊണ്ട് കഴിച്ചൊന്ന് വയറ് വെപ്പിക്കട്ടെ, എങ്കിലേ ഈ വിശപ്പ് അടങ്ങുള്ളൂ. ഓക്കെ, കഴിച്ചിട്ട് വരാം. ഓക്കെ ഗൈസ്, നമ്മളപ്പോൾ ഷോപ്പ് ചെയ്ത സംഭവം എന്താ എൻ്റെ കയ്യിൽ കിട്ടുന്നുണ്ട്. കണ്ടില്ലേ? ഒരു ടീഷർട്ട് ഉണ്ട്, ഒരു പാന്റ് ചോക്കറിന്റെ. സോ ഇത് ചേഞ്ച് ആക്കി ഞാൻ ഒന്ന് ഇട്ട് നോക്കട്ടെ. ഇത് എങ്ങനെയുണ്ടെന്ന് കണ്ടിട്ട് നിങ്ങൾ എന്നെ അറിയൂ. കുറെ നാളിന് ശേഷം, ഏകദേശം 1 കൊല്ലമായി തോന്നി എടുത്തിട്ട് കേട്ടോ. അതിനുശേഷം കൊടുത്താൽ ഇപ്പൊ ഈ പാന്റ് കൊടുക്കണം. നമുക്കൊന്ന് ഇട്ട് നോക്കി ക്യാമറയിൽ എങ്ങനെയുണ്ടെന്ന് കൂടെ നോക്കാം. ഞാൻ ഇതൊരു ഇട്ട് നോക്കിയില്ല കംപ്ലീറ്റ് ആയിട്ട്. ടീഷർട്ട് അവിടെ വെച്ചൊന്ന് ഇട്ട് നോക്കിയാൽ അപ്പൊ അത് നിങ്ങളെ കാണിക്കാനേ പറ്റില്ല. ഞാൻ സെൽഫിലി എന്നെ കൊണ്ട് ഞാൻ സ്വയം ഡ്രസ്സ് ഇടുകയും വ്ളോഗ് എടുക്കുകയും കൂടെ ആയപ്പോൾ അത് നടന്നില്ല. അപ്പോഴത് കാണിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇപ്പൊ ഇത് ഫുള്ള് 2 പോർഷൻ ഇട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ടീഷർട്ട് കൂടെ ഇട്ട് നോക്കാം. കിടപ്പുണ്ട് എന്നോന്റെ പിക്ചറാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാൻ കമന്റ് കണ്ടോ? റെഡ് എന്റെ വേറെ റെഡ് ഉള്ളതാണ്. നോക്കാം, ഇട്ട് നോക്കാം. എന്തായാലും ഞാൻ കുറച്ച് ബീർ റോൾ എടുത്ത് നോക്കിയാലേ എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പൊ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഇതാണ് സംഭവം. നഖം വെട്ടി എന്റെ റൂമിൽ ഇരിക്കുന്നു. വീട്ടിലെ നഖം വെട്ടി എടുത്ത് ഞാൻ വെച്ചിരുന്നു ഗൈസ്. അതാണ് അമ്മ ചോദിച്ചത്. ഇന്ന് അടുത്ത ടീഷർട്ടും ജീൻസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. താഴെ കമന്റ് ചെയ്യുക. ഞാൻ എന്റെ ആ ബീ റോൾ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതിന്റെ ആൾ ഓവർ ആയിട്ടുള്ള ഒരു വ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. എനിക്ക് അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടാണ് തോന്നിയത്. മെറ്റീരിയലും കൊള്ളാം. പിന്നെന്താണ്, പാന്റും അത്യാവശ്യം കുഴപ്പമില്ല. ചെറിയൊരു ടൈറ്റ് ഉണ്ട്, എന്നാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. ഓക്കെ, നാളെ ഞായറാഴ്ചയാണ്. നാളെ ഒരു സ്പെഷ്യൽ സൺഡേ ആയിരിക്കും ഗൈസ്. അതെന്താണെന്ന് ഞാൻ ഇപ്പൊ റിവീൽ ചെയ്യുന്നില്ല. കൊഞ്ചം സർപ്രൈസുകൾ ഇരുന്നാ താനെ ലൈഫ് നല്ലതായിരുന്നു. സോ അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല, റിവീൽ ചെയ്യുന്നില്ല. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് നാളത്തെ വ്ളോഗ് അത് കാണുമ്പോൾ കറക്റ്റാ മനസ്സിലാവും. ഓക്കെ, അതിനെക്കുറിച്ച് നാളെ ഞാൻ റിവീൽ ചെയ്യാം എന്താണെന്നുള്ളത്.